ഡാനിസ് രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഗേറ്റിൻ്റെ നോക്കി നിൽക്കുക. അയാളുടെ കൂട്ടുകാരും എല്ലാം വരുന്നുണ്ടോ നോക്കിയ. ഇന്നൊരു വർക്കിംഗ് ഡേയാണ്. രാവിലെ ഇനി ജോലികളാണ്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഈസി ആയിട്ടൊരു അപ്പം ഇറച്ചി സ്റ്റൂവും, അതായത് കോഴിയിറച്ചി സ്റ്റൂവും വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും വളരെ അറിയാവുന്നൊരു വിഭവമാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പണി കൂടുതലുള്ള വിഭവങ്ങളൊന്നും മിക്കവാറും ഓഫീസൊക്കെ ഉള്ള ദിവസം രാവിലെ ഉണ്ടാക്കത്തില്ല, കാരണം സമയം കിട്ടത്തില്ല. പക്ഷെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്ക്. ഒരുപക്ഷെ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിലോ. പതിവ് പോലെ ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചേർക്കത്തില്ല, വെറും കഴുകിയായ ഇറച്ചി, വെള്ളം തോർന്ന ഇറച്ചി തന്നെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കും. അത് നന്നായിട്ട് ഒന്ന് ഒരു ഹാഫ്, നല്ല ഫ്രൈ അല്ല, ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, ഇച്ചിരി കളർ കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചെറിയ ഒരു അരപ്പരുവം ഫ്രൈ ആകുമ്പോൾ അതിങ്ങെടുക്കണം. അങ്ങനെ ഇരിക്കട്ടെ ഇച്ചിരി നേരം. ഏതാണ്ട് ഒരു മൂപ്പായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പം ഈ എണ്ണയ്ക്കകത്തോട്ട് ആ ഉള്ളി അങ്ങിടും. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ഉരുളക്കിഴങ്ങ് വേവിച്ച് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് ഇളക്കി ഒരു ചെറിയ ഒന്ന് വാടി കിട്ടണം. അതിനകത്തോട്ട് ശകലം മല്ലിപ്പൊടി ഇടും, പിന്നെ ഇച്ചിരി ഉപ്പും. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറിയ വാട്ടപ്പരുവാകുമ്പം ഇച്ചിരി മഞ്ഞളും കൂടെ അതിനകത്തിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് വാടിയല്ലോ, അപ്പോൾ ഇനി ഈ ഉരുളക്കിഴങ്ങും കൂടെ അങ്ങോട്ട് ഇട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കും. ഞാൻ ഈ തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത്, സാധാരണ പശുവിൻ്റെ പാലാണ് ഒഴിക്കുന്നത്. അതും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് അതിനകത്ത് വെച്ച് അങ്ങ് അത് വേവിക്കും. അതൊന്ന് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതാണല്ലോ, അപ്പോൾ അതൊന്ന് വേവായി കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ച് ഇറച്ചിയും കൂടെ അതിനകത്തിടും. ഇട്ട് വീണ്ടും അതൊന്നുകൂടെ യോജിപ്പിച്ചതിന് ശേഷം ഒരു ലേശം ഒന്ന് അടച്ചു വെക്കും. അതൊന്ന് മസാലയെല്ലാം കൂടെ പിടിച്ച് ആ ഇറച്ചി ഒന്ന് ഇതാകാനായിട്ട്. ഉണ്ടോ ഇപ്പം നല്ല ഒരു ഇതിലിരിക്കുക. അതെല്ലാം കൂടെ യോജിച്ച് ഇനി അതിന് ശേഷം ഞാൻ അതിനകത്ത് മസാല ഇടുന്നു. എൻ്റെ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകവും കറുവപ്പട്ടയും കൂടെ മാത്രം, ഇത് രണ്ടും കൂടെ ഉള്ള പൊടിയാണ്. അതും കൂടെ ഇട്ട് ഒന്നുകൂടെ യോജിപ്പിച്ച് ഒന്ന് ഇളക്കി എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി. ഇതിനകത്ത് മുളക് പൊടി ഇടത്തില്ല, പച്ചമുളക് മാത്രമേ ഇടുകയുള്ളൂ. അപ്പോൾ ആയിക്കഴിഞ്ഞത് എന്നിട്ട് വീണ്ടും കുറച്ച് പാലും കൂടെ അതിനകത്തോട്ട് ഒഴിക്കും. രാവിലെ അന്നേരം ഈ തേങ്ങ പിഴിഞ്ഞ് എടുക്കുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്നാണ് കാര്യം. എന്നിട്ട് എല്ലാത്തിലും എൻ്റെ ഫേവറേറ്റായിട്ടുള്ള ആ കാട്ടുമല്ലി ഇല അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഒന്ന് താളിച്ചിങ്ങനെ ഇടും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മസാലയും ഈ ഇലയുടെ ഒരു ടേസ്റ്റും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിരി നേരം അടച്ചു വെക്കും.
ഓക്കെ, ആ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂ റെഡിയായേ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇച്ചിരി എണ്ണ അതിലോട്ട് തൂവി അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തലേന്ന് അരച്ച് വെച്ചിരിക്കുന്ന എൻ്റെ അപ്പച്ചട്ടി കണ്ടല്ലോ, ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല, എനിക്ക് അത് അത്ര ഇഷ്ടമല്ല, നല്ല ടേസ്റ്റ് കിട്ടത്തില്ല അതിനകത്ത്. ഞാൻ ഒന്ന് ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ മറ്റേ ഈ മൺചട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതങ്ങ് കണ്ടിന്യൂ ഉപയോഗിക്കാൻ തുടങ്ങി. ഏത് അടപ്പ് വെച്ച് വേണേലും അടച്ചു വെക്കാം, നല്ല സൂപ്പർ അപ്പം കിട്ടും. കണ്ടോ, നല്ല നല്ല അപ്പമാണ് കണ്ടോ, നല്ല കിഴുത്തയൊക്കെ വീണ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണേലും പരത്തിയെടുക്കാം. ആ ചട്ടിയുടെ മൊത്തം വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് നിരത്തിയെടുക്കാം. അത് ചീനിച്ചട്ടിയിലൊക്കെ ചിലപ്പം ചുട്ട് കഴിയുമ്പം ഇളകി വരാൻ താമസമാണ്. ഇതാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, നല്ല മോരിച്ചെടുക്കാം. അങ്ങനെ അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കുപ്പി കണ്ടോ, ഇതിനകത്ത് ആ സാധനം വെച്ചാണ് ഞാനിങ്ങനകത്ത് എണ്ണ തൂക്കുന്നത്. ഞാൻ പണ്ട് അല്ലാത്ത സാധനം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് ഇങ്ങനെ അടപ്പില്ലാത്ത കുപ്പിയില്ലാതെ. അപ്പോൾ പൊടിയൊക്കെ വീഴും, നമുക്ക് എപ്പോഴും അത് സൗകര്യം പോലെ എടുക്കാനും എന്തോ ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയൊന്നുമില്ല, ഏതാണ്ട് ഒരു 250 രൂപയ്ക്കകത്ത് അങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി നാളാണ് ഞാൻ വാങ്ങിച്ചിട്ട്. ആവശ്യമുള്ളവർക്ക് ഇത് ആമസോണിൽ കിട്ടും. നമുക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് വെക്കുകയും ചെയ്യാം, അടച്ചിരിക്കുകയും ചെയ്യും, പൊടിയൊന്നും വീഴത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നോക്കിയാൽ ഇത് കിട്ടും. അപ്പോൾ ലാസ്റ്റ് അപ്പം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. ചട്ടി ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇത് സാധാരണ താളിക്കാനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന, ഞാനും ആ ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നു. അതിനുശേഷം ഞാനിപ്പോൾ അതുപയോഗിച്ച് അപ്പം ഉണ്ടാക്കുന്നത് എപ്പോഴും. ആവശ്യമുള്ളവർക്ക് കണ്ടുവച്ചോ, നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാം. ഏത് വലുപ്പത്തിലും കിട്ടും ഇത്. ഞാൻ സാധാരണ ചെറിയ ഒരെണ്ണമാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റും അതിനകത്ത് അപ്പം ഉണ്ടാക്കിയെടുത്താൽ. വലിയ ഭാരമൊന്നുമില്ല, പിടിച്ചെടുക്കാനും ഒക്കെ നല്ല സുഖം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പവും സ്റ്റൂ കറി, ചിക്കൻ സ്റ്റൂ. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്, നമുക്ക് ടിഫിനായിട്ടുമൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ രാവിലെ ധൃതിയുള്ളവരൊക്കെ ഈ മെത്തേഡൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറും ടേസ്റ്റിയും ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. ട്രൈ ചെയ്യുക. ഓക്കേ.